ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായക്കുള്ള വെള്ളം വെച്ച് ഇന്ന് കറിക്ക് ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ വെച്ച് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് പുറത്തെ ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കണ്ടത്. ഇന്നലെ മഴ നല്ല തകൃതിയായിട്ട് പെയ്തിട്ടുണ്ട്, നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അലക്കാനുള്ളതെല്ലാം മെഷീനിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കല്ലിൽ കൊണ്ടുപോയി അലക്കാമെന്ന് വിചാരിച്ചു. മടിയുള്ള ടൈമിലാണ് കേട്ടോ ഞാൻ മെഷീനിൽ ഇടാറ്. അല്ലാത്ത ടൈമിൽ ഞാനിങ്ങനെ പുറത്തെ കല്ലിൽ കൊണ്ടുപോയിട്ട് തന്നെ ഇട്ട് അലക്കാറ്. അങ്ങനെ ഗ്രീൻ പീസ് കറിയിലേക്കുള്ള തേങ്ങ ഞാൻ തലേദിവസം തന്നെ കുറച്ച് തോനെ ചിരവി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ കറിയിലേക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ചായയുടെ പണിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ്. ബെഡും ഒക്കെ കുട്ടി വിരിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ദോശയും ഇന്നലത്തെ ഇറച്ചിക്കറിയും ഗ്രീൻ പീസും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചിട്ടാ. അങ്ങനെ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് ഞാൻ നേരെ റൂമിലോട്ട് വന്നിട്ടോ ഹെയർ ഓയിൽ തേക്കാൻ. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ തലയിൽ തേക്കുന്ന ഹെയർ ഓയിൽ. മുടി കൊഴിച്ചിലിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഉമ്മ എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ. അവിടെ ഒരു ഉണ്ടാക്കുന്നതാണ്. മുടി കൊഴിച്ചിലിനൊക്കെ കുറച്ചൊരു കുറവുണ്ട് കേട്ടോ. നന്നായി മുടി നല്ലതിൽ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുമായിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മീൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഒന്ന് അയിലാണ് കേട്ടോ. അങ്ങനെ വേഗം കറിക്കുള്ള പണികളൊക്കെ നോക്കിയിട്ടാ. അപ്പോൾ പപ്പടമൊക്കെ വറുത്തെടുത്തു. ഇവിടെ മക്കൾക്ക് മീനൊന്നും പറ്റില്ല, അവർക്ക് ചിക്കനാണ് കേട്ടോ കൂടുതൽ അവർ വറുത്തിട്ട് കഴിക്കാറ്. അപ്പോൾ ചോറിലേക്ക് അവർക്ക് ചിക്കൻ വേണം. അങ്ങനെ എപ്പോഴും ചിക്കൻ കൊടുക്കാറൊന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും കൊടുക്കാറില്ല. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ സമയം നോക്കുമ്പോൾ 12 മണിയായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ കടുമാങ്ങ ചോറിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.